നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരായ ഭീഷണി സന്ദേശത്തിൽ റെനി ജോസഫിനെതിരെ നടപടി. റെനി ജോസഫിനെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ അംഗത്വത്തിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സംഘടനാ നടപടി കണ്ണിൽ പൊടിയിടൽ മാത്രമാണെന്നും കൂടുതൽ തെളിവുകൾ കൈവശമുണ്ടെന്നും സാന്ദ്ര തോമസ് മീഡിയ വണ്ണോട് പറഞ്ഞു. സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ കൺട്രോളർ മാറ്റം പറ്റി അനാവശ്യം പറഞ്ഞ ആദ്യം അപ്പനെടുത്ത് കമ്പത്തിൽ കെട്ടിച്ച് ഞാനടിക്കും, കൊല്ലും, തല്ലിക്കൊന്ന് ജയിലിൽ പോകും. തോമസിനെ നാളെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കും ഞാൻ തോമസിനെ. അപ്പൊ ഇവള് ദുഃഖിക്കണം, ഇവളറിയണം, സാന്ദ്ര അറിയണം. സിനിമാ സെറ്റുകളിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാർ വേണ്ടതില്ല എന്ന സാന്ദ്രയുടെ പരാമർശത്തിന് പിന്നാലെയാണ് ഭീഷണിയും അധിക്ഷേപവും. പരാതിയുമായി സാന്ദ്ര രംഗത്തെത്തിയതോടെ റെനി ജോസഫിനെ സംഘടനയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. എന്നാൽ സംഘടനാ നടപടി കണ്ണിൽ പൊടിയിടാനാണെന്നും റെനിക്കെതിരെ കൂടുതൽ തെളിവുകൾ കൈവശമുണ്ടെന്നും സാന്ദ്ര തോമസ് പ്രതികരിച്ചു. അപ്പോൾ ഇത്രയും ഗുരുതരമായ ഒരു തെറ്റ് ചെയ്ത ആൾക്കാരെ ഒരു വാർണിംഗ് പോലും കൊടുക്കാതിരുന്ന ഫെഫ്ക ഇപ്പോ എന്തിനു നടപടി എടുത്ത് വെറുതെ കണ്ണിൽ പൊടിയിടാനല്ലേ ചെയ്തത്? ഗുണ്ടകളെ സംരക്ഷിക്കുന്ന സംഘടനയാണ് ഫെഫ്ക എന്നും സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഇടമല്ല മലയാള സിനിമയെന്നും സാന്ദ്ര തോമസ് ആരോപിച്ചു. ഇതുപോലുള്ള ഗുണ്ടകളെ സംരക്ഷിക്കുന്ന ഒരു സംഘടന കൂടിയാണ് അത്. ഇപ്പൊ തന്നെ നോക്കൂ എത്ര ഈ കേസുകളെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെല്ലാം ഫെഫ്ക മെമ്പേഴ്സ് അല്ലേ. അതേസമയം മദ്യലഹരിയിലാണ് റെനി ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടതെന്നും ഇയാൾ നേതൃത്വത്തിലുള്ള പലരെയും വിളിച്ച് അധിക്ഷേപിക്കാറുണ്ട് എന്നുമാണ് ഫെഫ്കയുടെ വിശദീകരണം. സാന്ദ്രയുടെ പരാതിയിൽ കൃത്യമായ നടപടിയെടുത്തെന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഷിബുജി സുശീലൻ പ്രതികരിച്ചു. ഇങ്ങനെ ഒരു വധഭീഷണിയോ മോശമായ വർത്തമാനോ ചെയ്യുന്നതിനോട് ഒരിക്കലും ഒരു സംഘടനയും യോജിക്കുന്നില്ല, ഞങ്ങളുടെ സംഘടനയും യോജിക്കുന്നില്ല. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് സാന്ദ്രയുടെ തീരുമാനം. മീഡിയ വൺ, കൊച്ചി.